നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ട്രെയിനർ മധുവിനെ കാണാൻ വേണ്ടിയിട്ട് വേണു വരുവാണ്. വേണു വന്നു കഴിഞ്ഞപ്പോഴാണ് മധു ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ, എനിക്ക് ട്രാൻസ്ഫർ ഓർഡർ കൈ കിട്ടിയിട്ടുണ്ടെന്ന് പറയണേ. ട്രാൻസ്ഫർ ഓർഡറോ? അതെ, എന്റെ ഡ്യൂട്ടി ഇവിടെ ഇന്നത്തോടും കൂടി ഇവിടെ അവസാനിച്ചെന്ന് പറയണ. അല്ല, ഇത്ര പെട്ടെന്ന് ഇതെന്താ ഇങ്ങനെ? അപ്പൊ താനല്ലേ അപ്പൊ സാറല്ലേ പറഞ്ഞത് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഇവിടുന്ന് പുറത്താക്കൂന്ന്? അപ്പൊ അതെല്ലാം പോയോന്ന് ചോദിക്കുകയാണ്. ഇനി ആ പ്രതീക്ഷകളൊന്നും വേണ്ടേന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ മധു പറഞ്ഞു, അവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ടെന്ന് പറയണം. അതുകൊണ്ടാണ് ഒറ്റ ദിവസം കൊണ്ട് എനിക്ക് ട്രാൻസ്ഫർ കൈ കിട്ടിയിരിക്കുന്നത് പറയണം. അവളെ ഞാൻ ഇവിടെ നിൽക്കുവായിരുന്ന 2 ദിവസം കൊണ്ട് അവളെ ഞാൻ പറത്തിയാനും, പക്ഷേങ്കിൽ അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല എന്ന് പറയാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വേണം. എൻ്റെ ഈ ട്രെയിനിങ് പീരീഡിൽ ഇത്ര നല്ല ഒരു ബോൾഡായിട്ടൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല. അവൾ ഫിസിക്കലി മെന്റലി നല്ല ബോൾഡാണ്. അവളുടെ അത്ര കഴിവും പ്രാപ്തിയുള്ള ഒരു പെൺകുട്ടികളും, അതിപ്പോൾ ആൺകുട്ടികളുടെ കാര്യമാണെങ്കിലും ശരിയാണ്, ഇത്രയും കഴിവുള്ള ഒരു പെൺകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു, അത് പിന്നെ താൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവളുടെ കൈക്കരുത്ത് എന്താന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളതെന്ന് പറയണം. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, അത് ശരി. അത് കേട്ടപ്പോൾ മധു പറഞ്ഞു, അത് ശരി തന്നെയാ. അവളെ അത്ര പെട്ടെന്നൊന്നും ആർക്കും തോൽപ്പിക്കാണ്ട് സാധിക്കില്ലെന്ന് പറയണം. പിന്നെ അവൾക്ക് വേണ്ടി ആരും ഇവിടെ നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ഒക്കെ കൈ കിട്ടിയെന്ന് പറയാം. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടപ്പോൾ വേണു പറഞ്ഞു, എൻ്റെ ഏക പ്രതീക്ഷ സാറായിരുന്നു. ആ പ്രതീക്ഷയും പോയല്ലെന്ന് പറയാം. അവൾ SI ആയിട്ട് പുറത്തിറങ്ങുമല്ലോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇനി ആർക്കിട്ടൊക്കെ പണി കിട്ടുമെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയണം. കാരണം അവൾ ഓരോന്നും മനസ്സിൽ കുറിച്ചിട്ടുണ്ടെന്ന് പറയാം. വേണു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ആദ്യം അവൾ എനിക്കിട്ട് പണി തരാനായിരിക്കും വരുന്നതെന്ന് പറയാം. അവളുടെ സ്വഭാവം വെച്ച് അങ്ങനെയായിരിക്കും. ഇനിയിപ്പം അവളെ ദ്രോഹിച്ചതിന്റെ പിന്നെ ഞാനും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൊടി പോലും അവൾ വെച്ചേക്കില്ലെന്ന് പറയാണ്. പിന്നീട് മധു പറഞ്ഞു, ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതാ. കാരണം അവൾ പുറത്തിറങ്ങി SI ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ആർക്കിട്ടൊക്കെ പണിയും കൊണ്ടാ വരുന്നതെന്ന് പോലും പറയാൻ പറ്റില്ല. എന്നെ വരെ ചിലപ്പോൾ അവൾ നോട്ടോട്ട് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് പറയണേ. അങ്ങനെ വേണുവാണ് ആകെപ്പാട് ടെൻഷനോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ആ സമയത്ത് രേവതി വന്നിട്ട് ചോദിച്ചു, എന്തായി വേണുവിട്ട് ആ കാര്യം? മത്സാറിനെ പോയി കണ്ടോന്ന് ചോദിക്കണം. കണ്ടു, അയാൾക്ക് ട്രാൻസ്ഫർ കിട്ടിയെന്ന് പറയണം. ട്രാൻസ്ഫർ കിട്ടിയെന്നോ? ഇത്ര പെട്ടെന്നോ? ഇതെങ്ങനെയാന്ന് ചോദിക്കണം. അതൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഏക പ്രതീക്ഷയായിരുന്നു അവളെ എങ്ങനെയും പറത്തണം എന്നുള്ള ആ നന്ദുവിനെ. പക്ഷെ അതെല്ലാം താറുമാറായി പോയില്ലെന്ന് ചോദിക്കാം. ആ സാർ അവിടെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് റെഡി ചെയ്യാനും, പക്ഷെ എങ്കിൽ അതിനു മുമ്പ് തന്നെ അയാളെ പറത്തിയില്ലെന്ന് ചോദിക്കുക. അല്ല, ഇതിന് പിന്നിൽ ആരായിരിക്കും എന്ന് ചോദിക്കണം. ആരായിരിക്കും? കഴിഞ്ഞ ദിവസം അനി അവളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നല്ലോ. ചിലപ്പോൾ അനിയോട് അവള് കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമായിരിക്കും. അപ്പൊ അനി മിക്കവാറും മൂർത്തി മുത്തച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും കാര്യങ്ങളൊക്കെ. നീ ഒരു കാര്യം ചെയ്യും, മോളെ വിളിക്കാൻ പറയണം. അങ്ങനെ അനാമികയെ രേവതി വിളിക്കുകയാണ്. രേവതി വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുവാണ്. പിന്നീട് അവിടുന്ന് മധുവിന് ട്രാൻസ്ഫർ ആയ കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനാമിക പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇവിടുത്തെ മുത്തശ്ശനായിരിക്കും. മുത്തശ്ശൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും മിക്കവാറും മത്സാറിന് ഇത്ര പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരിക്കുക എന്ന് പറയണം. ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ. ഒരു പക്ഷേങ്കിൽ അപ്പച്ചയ്ക്കും അമ്മയ്ക്കും ഈ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടായിരിക്കും എന്ന് പറയണം. അങ്ങനെ കോള് കട്ട് ചെയ്തിട്ട് അനാമിക നേരെ പോന്നേ ജലജയുടെ ജാനകിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ആ നന്ദുവിന്റെ കാര്യത്തില് ഇവിടെ മുത്തശ്ശൻ എന്തോ ഭയങ്കര തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയണം. അതെന്താ നമ്മൾ അങ്ങനെ പറയണേ? നന്ദുവിനെ നന്നായിട്ട് ഉപദ്രവിക്കുന്ന ഒരു ട്രെയിനർ അവിടെ ഉണ്ടായിരുന്നു. നന്നായിട്ട് അവളായിട്ട് അവിടെ വെള്ളം കുടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അയാൾക്ക് സ്ഥലം മാറ്റമായെന്ന് പറയണം. സ്ഥലം മാറ്റോ? അതെ, അയാൾക്ക് സ്ഥലം മാറ്റമായി. എൻ്റെ അച്ഛൻ്റെ പരിചയത്തിലുള്ള ഒരാളായിരുന്നു. അയാളെ വിളിച്ചിട്ട് പറഞ്ഞേ, ആ നന്ദു എന്ന് പറയുന്നവൾക്ക് വേണ്ടിയിട്ട് ഇവിടെ മുത്തശ്ശനാണ് എന്തോ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു പറയണേ. അങ്ങനെയാണോ കാര്യങ്ങൾ? അച്ഛനാണോ ഇതിന്റെ പിന്നിൽ നിന്ന് ചോദിക്കുക. അച്ഛൻ സാധാരണഗതിയിൽ അങ്ങനെ ആർക്കും ഒരു ഫേവറും ചെയ്ത് കൊടുക്കുന്ന ആളല്ല, അല്ലെങ്കിൽ ആർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ആളല്ലോ എന്ന് പറയണം. എന്താണെങ്കിലും മുത്തശ്ശൻ തന്നെയായിരിക്കും അത് ചെയ്തിട്ടുണ്ടായിരിക്കുക, വേറെ ആരുമല്ല. അതിനുള്ള ചാൻസ് കൂടുതലുണ്ട്. കഴിഞ്ഞ ദിവസം അനി നന്ദുവിനെ കാണാൻ പോയിട്ടുണ്ടായിരുന്നല്ലോ. അവൾ മിക്കവാറും പറഞ്ഞാണ് അനിയായിരിക്കും മിക്കവാറും ചെന്ന എല്ലാ കാര്യങ്ങളും ഇത് മുത്തശ്ശന് ചെവി ഓതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ മുത്തശ്ശൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ട് അയാളെ ഒറ്റ ദിവസം കൊണ്ട് അവിടുന്ന് പറത്തിയിരിക്കുന്നു. അയാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ നന്ദുവിന് ഒരിക്കലും SI ചെയ്യാൻ പറ്റില്ലായിരുന്നു പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ജലജ പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും മോളെന്ന് ചോദിക്കുക. എന്ത് ചെയ്യാനാന്ന് പറ? പ്രതീക്ഷകളെല്ലാം പോയില്ലേ, ഇനിയിപ്പോൾ അവള് തൊപ്പി വെച്ചോണ്ട് പുറത്തിറങ്ങും. അല്ല, അതിപ്പം ഞാൻ എന്ത് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും ജലജയ്ക്കും ജാനകിക്കും ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഓഹോ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതുവരെ റെക്കമെൻഡ് ചെയ്യാത്ത അച്ഛൻ വരെ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. പിന്നീട് നേരെ അങ്ങോട്ട് പോണ സമയത്താണ് നയനൻ ദേവേനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. അങ്ങോട്ട് എന്നിട്ട് പറഞ്ഞു, അല്ലെങ്കിലും അതെ, ഇവിടെ എന്തൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? നിന്റെ അനുജത്തിക്ക് വേണ്ടിയിട്ട്
അച്ഛനൊക്കെ റെക്കമെൻഡേഷൻ വരെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അല്ല അപ്പച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ ജലജ പറഞ്ഞു, എനിക്കെന്തോ കുഴപ്പമിരിക്കുന്നത്, അല്ലെങ്കിലും നിന്റെ വീട്ടുകാർക്കും വേണ്ട അച്ഛൻ്റെ സ്വഭാവം മുഴുവൻ മാറ്റിക്കൊണ്ടിരിക്കുമല്ലേ. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. മിക്കവാറും നിന്റെ അനുജത്തെയും കൂടെ ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ആ പാപ അനാമികമോളെ ഇവിടെ നിന്ന് ഓടിച്ചിട്ട് നിന്റെ അനുജത്തി നന്ദുവിനും ഇവിടെ കയറി പറ്റാനല്ലേ നീ പ്രയത്നിക്കണേന്ന് ചോദിക്കണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു, അങ്ങനെ എന്തേലും ആവായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആവായിരുന്നു. പിന്നെ അതിന്റെ പേരിൽ അപ്പച്ചി ഒത്തിരി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല എന്ന് പറയണം. പിന്നെ എന്റെ നന്ദുവിനെ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയണം. അവള് മനസ്സാവാച അറിയാത്ത കാര്യത്തിന് അവളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് പറയാം. പിന്നെ അവളൊരു പുണ്യാളത്തി വന്നിരിക്കുന്നു, ഞാനൊന്നും പറയണില്ല എന്ന് പറയണം. അല്ലെങ്കിലും നീയും നിന്റെ അനുജത്തി എല്ലാരും കൂടെ ചേർന്നല്ലേടി ഈ കുടുംബം കുട്ടിച്ചോറാക്കാൻ നോക്കുന്നേ. ഇപ്പൊ എന്താണ് നിന്റെ മൂത്ത ചേച്ചിക്ക് ഇച്ചിരി ബോധോദയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതെന്താളും നല്ല കാര്യം തന്നെയാ. അല്ലായിരുന്നെങ്കിൽ നീ പറയുന്ന അപ്പടി അത് വിശ്വസിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പച്ചി നവ്യേച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറയ്ക്കുന്നേ. എന്നേലും ഒരു സമയത്ത് നവ്യേച്ചി സത്യങ്ങളൊക്കെ തിരിച്ചറിയും. ആ സമയത്ത് അപ്പച്ചി നോക്കിയോ ഈ പറയുന്ന അപ്പച്ചിക്ക് നേരെ നവ്യേച്ചി തിരിയൂന്ന് പറയാം. പിന്നെ നമുക്ക് കാണാന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും തുഷാര അങ്ങോട്ടേക്ക് വന്നു. തുഷാര വന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്താ ആലോചിക്കണമെന്ന് നിൽക്കും. ഒന്നുമില്ലാന്ന് പറയണ. ഒന്നുമില്ലെന്നൊന്നും പറയണ്ട, എനിക്കറിയാം എന്താ ആലോചിച്ചോണ്ടിരിക്കണെന്ന്. നീ ആ അനിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമല്ലേ. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല, അവനെക്കുറിച്ച് ഞാൻ എന്തിനാ ചിന്തിക്കണമെന്ന് നിൽക്കും. പിന്നെ അത് എന്നോട് തന്നെ നീ പറയണം. ആരെന്തു പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. പക്ഷെ ഈ അനിയുടെ കാര്യത്തിൽ മാത്രം നീ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നീ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല നന്ദു എന്ന് പറയണം. അതെന്താ, എനിക്കറിയാലോ നിന്റെ മനസ്സ്. നിന്റെ വീട്ടുകാർ ചിലപ്പം പറയുമായിരിക്കും നീ അങ്ങനെയൊന്നും അല്ലെന്ന്. പക്ഷെ എനിക്ക് നിന്നെ അറിയാം. നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ട്. അവനെക്കുറിച്ചുള്ള ചിന്തകൾ പല രാത്രികളിൽ നീ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിന്റെ ഉറക്കം വരെ നഷ്ടപ്പെട്ടിരുന്നുള്ള കാര്യം എനിക്കറിയാം. നീ എത്ര പുറമെ ഇങ്ങനെ അവനെ ഇഷ്ടമില്ല എന്ന് പറഞ്ഞാലും അതിനനുസരിച്ച് നിന്റെ മനസ്സിലേക്ക് അവൻ ആഴത്തി പതിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ നന്ദൊന്നും മിണ്ടായിരിക്കുകയാണ്. തുഷാര പറഞ്ഞു, എനിക്കറിയാം നിന്റെ മനസ്സെന്താന്ന്, നിന്റെ മനസ്സിന്റെ വേദന എന്താണെന്നറിയാം. ഒരു പക്ഷേ നീ അനിയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഈ ജന്മത്തിൽ നിനക്കൊരു വേറെ വിവാഹ ജീവിതം ഉണ്ടാകത്തില്ല എന്ന് പറയണം. നന്ദു പറഞ്ഞു, അത് പിന്നെ തുഷാര ഞാൻ കൂടുതലൊന്നും നീ പറയണ്ട. നീ ഇപ്പൊ എന്നോട് കള്ളത്തരം പറഞ്ഞു, പക്ഷെ നിന്റെ മനസാക്ഷിയോട് നീ കള്ളത്തരം പറയില്ലെന്ന് പറയണം. സത്യമല്ല ഞാൻ പറഞ്ഞെന്ന് ചോദിക്കുക. ഇത് കേട്ടുകഴിഞ്ഞപ്പം നന്ദുവിന് പിന്നെ എന്ത് മറുപടി പറയുന്നത് നടത്തില്ല. തുഷാരയ്ക്കറിയാം നന്ദു അത്രമാത്രം അനിയെ സ്നേഹിക്കുന്നുണ്ട്. എല്ലാവരുടെയും കേൾക്കൽ ഇങ്ങനെ അനിയെ ഇഷ്ടമില്ല, അല്ലെങ്കിൽ അനിയുടെ ഭാര്യ അനാമിക അല്ല എന്നൊക്കെ പറഞ്ഞാലും നന്ദുവിന്റെ മനസ്സിന്റെ ഒരു കോണിൽ എപ്പോഴും അവൻ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവനോടുള്ള സ്നേഹം അതേപടി തന്നെ ഉണ്ടെന്നറിയാം. അത് ഓരോ ദിവസം ചെല്ലുന്നവരും കൂടുന്നല്ലാതെ കുറയുന്നില്ലെന്ന് നന്ദുവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ മുതൽ തുഷാരയ്ക്ക് മനസ്സിലായ കാര്യമാണ്. ഈ സമയത്ത് അനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അനി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് അനാമിക അങ്ങോട്ട് കടന്നു വരുന്നേ. നിനക്കല്ലേലും സന്തോഷിക്കാലോ എന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അന്വേഷിച്ചു, എന്താ എനിക്കെന്താ സന്തോഷിച്ചുകൂടെന്ന് ചോദിക്കാം. അധികം സന്തോഷിക്കൊന്നും വേണ്ട, അവൾ SI ആയിട്ട് തിരിച്ചു വരുമെന്ന് ഓർത്തായിരിക്കും ഇപ്പൊ നിന്റെ സന്തോഷമല്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, ആള് പിന്നെ SI ആവാനായിട്ടല്ലേ അനാമിക അങ്ങോട്ടേക്ക് പോയത്, പിന്നെ അങ്ങനെയല്ലേ അവള് തിരികെ വരണ്ടേ. എന്തൊക്കെയോ വെല്ലുവിളികളൊക്കെ നടത്തിയായിരുന്നല്ലോ നീ എന്നെ. അവൾ SI ആവില്ലെന്നോ എന്തൊക്കെയോ. എന്നിട്ട് ഇപ്പൊ എന്തായെന്ന് ചോദിക്കുക. അവളെ തുരത്താൻ വന്ന ആ ട്രെയിനറെ അവള് തുരുത്തിയില്ലെന്ന് ചോദിക്കുക. അതെ, അവളുടെ കഴിവൊന്നുമല്ല. ഇവിടുത്തെ മുത്തശ്ശൻ മിക്കവാറും എന്തോ റെക്കമെൻഡേഷൻ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. അതെ, റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം നന്ദുവിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, ഞങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ? നന്ദുവിനെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ആർക്കും അതിന് സഹിക്കില്ല. നന്ദുവിന് ഇവിടുത്തെ മുത്തശ്ശനെ സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശൻ അവൾക്ക് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്തതെന്ന് പറയണം. നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല നീ കൊണ്ട് കേസ് കൊടുക്ക്, അല്ലെ മുത്തശ്ശനോട് പോയി പരാതി പറ എന്ന് പറയണം. അല്ലെങ്കിലും നിന്റെ വീട്ടുകാർക്ക് നാണെന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അനി പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഇച്ചിരി നാണം കുറവാ, അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലുള്ള ഒരുത്തിനെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ട് വന്നേ, അല്ലെങ്കിൽ നീ ഈ വീട്ടിൽ കാണത്തില്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോൾ അനാമിക്ക് ദേഷ്യമായി. അനാമിക കട്ടക്കലിപ്പിൽ അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയം ജലജയുടെ അടുത്തേക്ക് ജാനകി വരുവാണ്. ജാനകി വന്നിട്ട് പറഞ്ഞു, ആ നന്ദു എന്ന് പറയുന്നവള് SI ആവില്ലെന്ന് കരുതിയിരുന്ന എല്ലാ പ്രതീക്ഷകളും പോയെന്ന് പറയണം. അപ്പോഴേക്കും ജലജ പറഞ്ഞു, എങ്ങനെ ആവാതിരിക്കും, അല്ല ഈ വീട്ടിലുള്ളതെല്ലാം അവൾക്ക് സപ്പോർട്ടല്ലേന്ന് ചോദിക്കും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അനി അവളെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു, ആ സമയത്താണായിരിക്കും അവളെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എനിക്ക് അവളെ കാണാൻ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അതിന്റെ പേരില് ദേ ജാനകി അവനെ തല്ലാനായിട്ട് ഒരുങ്ങി. ആ സമയത്ത് അജയൻ എന്താ ചെയ്തേ? കൈ തടയുമല്ലേ ചെയ്തേ? ശരിക്കും പറഞ്ഞ എനിക്കിട്ട് 2 കിട്ടണ്ടായിരുന്നു പറയണം. ആ സമയം ജാനകി പറഞ്ഞു, ഞാൻ തല്ലിയില്ലെങ്കിലും അജയേട്ടൻ തല്ലിയെന്നാ പറഞ്ഞേ. അതൊക്കെ വെറുതെ പറയുന്നതായിരിക്കും, ജാനകി കണ്ടൊന്നുമില്ലല്ലോ. എല്ലാവരും ഈ പറയുന്ന അജയനും എല്ലാവരും എനിക്ക് സപ്പോർട്ട് തന്നെയാണ്.
നമ്മൾ ഒന്ന് രണ്ടുപേര് മാത്രമേ അനാമികമോളുടെ ഭാഗത്തുള്ളൂ. ബാക്കി എല്ലാവർക്കും ആ നന്ദു എന്ന് പറയുന്നവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനും താല്പര്യം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ പോവുകയാണെങ്കിൽ ദേ അനാമികമോള് പുറത്താവും. ആ നന്ദു എന്ന് പറയുന്നവളായിരിക്കും ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. അവൾ SI ആയിട്ടും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജാനകിക്ക് ഭയങ്കര ദേഷ്യ സങ്കടമായി. അവൾ SI ആയാലും കൊള്ളാം, ഇനിയിപ്പോൾ എത്ര വലിയ സ്ഥാനത്തായാലും കൊള്ളാം, അവൾ ഈ കുടുംബത്തിലേക്ക് വാഴാനായിട്ട് പോകുന്നില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ പറയാണ്. ഈ സമയത്ത് അനാമിക ആ പടം ഭ്രാന്ത് പിടിച്ച പോലെ ഹാളിലേക്ക് വരുവാണ്. അപ്പോഴേക്കാണ് നയന അവിടെ നിൽക്കുന്നുണ്ടേ. നയനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനാമിക ഇങ്ങോട്ട് വന്നു. അനാമിക വന്നിട്ട് പറഞ്ഞു, നിനക്ക് സന്തോഷമായി കാണൂലോ അല്ലേ, നിന്റെ അനുജത്തെ SI ആകാൻ പോകാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. ഇത് കേട്ട് കഴിഞ്ഞപ്പം നയന പറഞ്ഞു, അത് പിന്നെ എനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ അനാമികയെ, നീ എന്താ പറയണെന്ന് ചോദിക്കും. എനിക്കറിയാടി, നിന്റെ വീട്ടുകാരെ ഈ കുടുംബത്തോളം എല്ലാവരും കയ്യിലെടുത്തിരിക്കുകയെന്ന് പറയാണ്. അതിങ്ങനെ ആണുങ്ങളെ കയ്യിലെടുക്കാൻ പ്രത്യേക ഒരു മിടുക്കുണ്ടല്ലോ നിനക്കും നിന്റെ വീട്ടുകാർക്കെന്ന് പറയാം. വീടപ്പം നയന പറഞ്ഞു, ഇതേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം അനാമിക പറഞ്ഞു, അല്ല നിനക്ക് അനാവശ്യം കാണിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്കി. എവിടെയോ കിടക്കുന്ന ഏതോ ഒരു പെങ്കുച്ചിനെ വിളിച്ചുകൊണ്ട് വന്ന് സ്വന്തം മോളാന്ന് പറഞ്ഞ് ഇവിടെ കയറ്റി പാർപ്പിച്ച് വെച്ചിരിക്കും ആദർശേട്ടൻ. എന്നിട്ട് അതെല്ലാം വിശ്വസിച്ച് നീ ആ കൊച്ചിനെ തലയെ കയറ്റി ചുമന്നൂടെ നടക്കണം. നാണമുണ്ട് നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കാം. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, അതെ എനിക്ക് ഇത്രയും നാണം കുറവാ, പിന്നെ എൻ്റെ ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ന് പറയും. നീ മാത്രം വിശ്വസിക്കാതിരുന്നാൽ മതി, ബാക്കി എല്ലാവരും വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു, അതെ ഒരു കാര്യം ഞാൻ പറയാം, നിന്നെപ്പോലെ അല്ല ഞാൻ. എൻ്റെ ഭർത്താവ് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ലോകം ഒട്ടൊക്കെ പറഞ്ഞു നടക്കേണ്ട കാര്യം എനിക്കില്ല. എൻ്റെ ഭർത്താവിനെ നാണം കെടുത്തേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ നീ എങ്ങനെയല്ല അനാമികയെ, അനി ഒരു തെറ്റ് ചെയ്തില്ലേ പോലും നീ എന്തോ വലിയ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നാടൊട്ടയ്ക്ക് പാടി നടക്കും. അത് നിനക്ക് ചേരുന്ന സ്വഭാവമല്ല. പിന്നെ അനിയെക്കുറിച്ച് നീ അവിടെ ഇവിടെയും പോയി പറയുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ നന്നായിട്ട് അറിയുന്നുണ്ട്, അനിയൻ നന്ദുവിനെ ചേർത്തിട്ട്. അത് നിനക്ക് ദൂഷ്യമേ ചെയ്യുള്ളൂ അനാമികയെ. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ആദ്യം നിന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റാൻ നോക്ക്, എങ്കിലേ നീ ഗുണം പിടിക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഒരു ഗതി ഉണ്ടാവത്തില്ലെന്ന് പറഞ്ഞിട്ട് നയനയും കൂടെ കയറി പോവാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് അനാമിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കട്ടക്കലിപ്പായി. കാണിച്ചു കൊടുക്കുന്നുണ്ട് അവളെ ഞാൻ. ഈ സമയത്ത് അനാമികയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ്. എങ്ങനെ നന്ദുവിനെ അവിടെ നിന്ന് പുറത്തേ അടിക്കണം. ഇനിയിപ്പം ആ ട്രെയിനറും മധുസാറ് പോയി, പകരം ആരായിരിക്കും വരുന്നത്? അവരെ ആരെങ്കിലും കയ്യിലെടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നന്ദുവിനെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്താക്കായിരുന്നു എന്നൊരു ചിന്തയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ വെറും വ്യാമോഹം മാത്രമാണ് അനാമികയുടെ, അതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇനി നന്ദു SI ആയിട്ട് തന്നെ ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുന്നത്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.